ഹലോ പാത്ത് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാരന്തൂർ വരെ പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇന്ന് നമ്മൾ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പോകുന്നത്. കാരണം ഞാൻ മുമ്പൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു എക്സാം ആയിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഞാനിത് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു പോകാമെന്നുള്ളത്. ഞാൻ ഇതുവരെ പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇതാ വന്ന് നമ്മൾ പിന്നെ ബസ്സിൽ നിന്ന് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ബസ്സിലൊക്കെ കയറി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ 4 മാസത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ചുണ്ടയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ്സിനാണ് പോയത്. അങ്ങനെ നമ്മളിതാ കാരന്തൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ കയറി ഹോട്ടലിലേക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്കൂൾ ഇതാ ഇവിടെയാണ്, മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാരന്തൂർ. അപ്പോൾ അവിടെ എൻട്രൻസ് തന്നെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിരുന്നു അവിടെ കാണാനായിട്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി പറഞ്ഞു ഇവിടുന്ന് ആ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ കൽപ്പിച്ച് നടക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് സ്കൂൾ. നമ്മൾ സ്കൂളിലെത്തി. മെംസ് ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, ഒരു ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അവിടെ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 9:30-ൻ്റെ ഉള്ളിൽ സ്കൂളിലെത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 9:30-ൻ്റെ ഉള്ളിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ കുറേ സ്റ്റുഡൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ സ്റ്റുഡൻസ് വന്നു തുടങ്ങി. പല പല സ്ഥലത്തു നിന്നും കുറേ സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് വരെ സ്റ്റുഡൻസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ബാഗൊക്കെ ഇവിടെ വെച്ച് ഇരിക്കുകയാണ്. ഞാനിന്ന് ഫോർമൽസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാനും വേറൊരു സ്റ്റുഡൻ്റാണ്, വേറെ ഏതോ സ്കൂളത്തെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരേമാതിരി. അങ്ങനെ നമ്മളെ ഒരു കോൺഫറൻസ് ഹാളിൽ എത്തി അവിടുത്തെ ആ സ്കൂളിൻ്റെ ഓരോ വിഷ്വൽസൊക്കെ കാണിച്ചു തന്നു. നെയിമൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ആയിഷയും അമ്നയും ഒരു ഗ്രൂപ്പായിരുന്നു, ഞാൻ മാത്രം വേറെ ഗ്രൂപ്പായിരുന്നു. ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു ഓരോ ഗ്രൂപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പോയി, ഉമ്മച്ചൊക്കെ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന സീനാണ് ഗൈസ് കാണുന്നത്. ഭയങ്കര അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് അമ്ന നമ്മൾ അംബീഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അമ്ന ഷെഫാവണമെന്നോ എഴുതി വെച്ചപ്പോൾ അവളോട് മന്തി ഉണ്ടാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നോട് പിന്നെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, എന്നോട് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ പാടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങിയിട്ട് നമ്മളിതാ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല നാടൻ ഊണായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരമൊന്നും ഇവിടെ നിന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പുരയിലേക്ക് വിടുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് എനിക്ക് പോയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത് അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എനിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ബസ്സിലിരുന്ന് ഉറങ്ങി. അങ്ങനെ ചുരമൊക്കെ എത്തി നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. ഭയങ്കര ചൂടായിരുന്നു കോഴിക്കോടൊക്കെ. നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയനാട്ടിൽ ചൂടുണ്ട്, പക്ഷെ നമ്മൾ വരുമ്പോൾ അത്ര ഒരു ചൂട് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ചൂട് ഉണ്ടായിരുന്നു. താഴ്നാട്ടിലൊക്കെ കോഴിക്കോടൊക്കെ പെരുംചൂടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.